ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോണത് കൊച്ചു ടി വി 2011 കൊച്ചു ടി വി എന്ന ചാനൽ വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയല്ലേ ഓൾ ടൈം ബെസ്റ്റ് കാർട്ടൂൺസ് അതൊക്കെ നോക്കാം. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ കാർട്ടൂൺ സീരീസാണ് ജാക്കി ചാൻ. ഞാൻ കൊച്ചു ടി വി കണ്ടു തുടങ്ങുന്നത് 2014-13 അപ്പോഴൊക്കെയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ജാക്കി ചാൻ കാർട്ടൂൺ സീരീസ് ഞാൻ കൊച്ചു ടി വിയിൽ കണ്ടിട്ടുണ്ട്. കൊച്ചു ടി വിയിൽ ഇതുവരെ വന്നതിൽ ഏറ്റവും മികച്ചൊരു കാർട്ടൂൺ സീരീസാണ് ജാക്കി ചാൻ. 2000 റിലീസായ ഈ കാർട്ടൂൺ സീരീസിന് 5 സീസൺസും 95 എപ്പിസോഡ്സുമാണുള്ളത്. അടുത്താണ് ദോസ്ത് പടാ ദോസ്. കൊച്ചു ടി വിയിലെ ഇതിൻ്റെ പേര് മാത്രമായിരുന്നു. ഇതിൻ്റെ യഥാർത്ഥ പേരാണ് പെറ്റ് പാൾസ് ഡെയിലി മോഷൻ. അതുപോലെ തന്നെ ഇതിന് 3D ആനിമേഷൻ മൂവീസും ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിനാണെങ്കിൽ 5 സീസൺസും 156 എപ്പിസോഡ്സുമാണ് ഉള്ളത്. 2003 ഇത് റിലീസായത്. ഇതിപ്പോൾ കൊച്ചു ടി വിയിൽ ഇല്ലെങ്കിലും ഇതുണ്ടായ സമയത്ത് ഇത് തന്നെയായിരുന്നു അടിപൊളി കാർട്ടൂൺ. ഇതിന് തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത കാർട്ടൂൺ സീരീസാണ് ഡോറയുടെ പ്രയാണം. ഡോറ ബുജി എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാൽ ഇതിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. പണ്ട് മുതൽ കൊച്ചു ടി വി ഉണ്ടായിരുന്ന ഒരു കാർട്ടൂൺ സീരീസാണ് ഡോറ ബുജി. എന്നാൽ ഡോറ ബുജി കുറച്ചു കാലം കൊച്ചു ടി വി ഇല്ലായിരുന്നു. എന്നാൽ വീണ്ടും തിരിച്ചു വന്നിട്ട് ഒരു കൊല്ലം 1.5 കൊല്ലമൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡോറ ബുജി ഇഷ്ടമാണോ? തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അടുത്ത കാർട്ടൂൺ സീരീസാണ് മായക്കണ്ണൻ. ഇതിൻ്റെ ഒറിജിനൽ പേരാണെങ്കിൽ മാജിക് ഐ ദ വണ്ടർ ബോയ് എന്നാണ്. കൊച്ചു ടി വിയിൽ വന്നതിൽ ഏറ്റവും രസമുള്ളൊരു കാർട്ടൂൺ സീരീസാണ് മായക്കണ്ണൻ. മായക്കണ്ണന് ശേഷം അതിൻ്റെ ബാക്കിയായി വന്നതായിരുന്നു മാജിക് ടൈഗറും അതുപോലെ സൂപ്പർ ബഫെല്ലോവും. ഇത് രണ്ടും കൊച്ചു ടി വിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ സൂപ്പർ ബഫെല്ലോ കൊച്ചു ടി വിയിൽ കണ്ടിട്ടില്ല. നിങ്ങൾ സൂപ്പർ ബഫെല്ലോ കൊച്ചു ടി വിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അടുത്ത കാർട്ടൂൺ സീരീസാണ് മാർസുബ്ലാമി. എന്നാൽ ഈ കാർട്ടൂൺ സീരീസും ഇപ്പോൾ കൊച്ചു ടി വിയില്ല. ഇത് വീണ്ടും വരും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ 2 ഭാഗങ്ങളാണ് കൊച്ചു ടി വിയിൽ വന്നിട്ടുള്ളത്. അടുത്തതാണ് സ്റ്റുവർട്ട് ലിറ്റിൽ. കൊച്ചു ടി വി ആണെങ്കിൽ ഇതിൻ്റെ കാർട്ടൂൺ സീരീസ് മാത്രമല്ല ഇതിൻ്റെ മൂവീസും വന്നിട്ടുണ്ടായിരുന്നു. 2003 റിലീസായ കാർട്ടൂൺ സീരീസിന് 1 സീസണും 13 എപ്പിസോഡ്സുമാണ് ഉള്ളത്. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇന്ത്യൻ കാർട്ടൂൺ സീരീസാണ്. അതാണ് ലിറ്റിൽ കൃഷ്ണ. 2009 റിലീസായ കാർട്ടൂൺ സീരീസിന് 13 എപ്പിസോഡ്സുമാണ് ഉള്ളത്. ഇതും ഇപ്പോൾ കൊച്ചു ടി വിയിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ഇത് വേറെയും കാർട്ടൂൺ ചാനൽസിൽ വരാറുണ്ട്. അടുത്ത കാർട്ടൂൺ സീരീസാണ് ലില്ലി ഹൈദി എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ പേര് നമുക്കറിയാം. കൊച്ചു ടി വിയിൽ ഇതിൻ്റെ ഒരു 2D വെർഷൻ ആയിരുന്നു ആദ്യം വന്നിരുന്നത്. അതിനാണെങ്കിൽ 52 എപ്പിസോഡ്സുമാണ് ഉള്ളത്. അത് റിലീസ് ചെയ്താണെങ്കിൽ 1974 പിന്നീടാണ് ഹൈദി എന്ന പേരിൽ 3D വെർഷൻ വന്ന് തുടങ്ങിയത് കൊച്ചു ടി വിയിൽ. ഇത് റിലീസ് ചെയ്ത് 2015 2 സീസൺസും 65 എപ്പിസോഡ്സുമാണ് ഇതിനുള്ളത്. അടുത്ത കാർട്ടൂൺ സീരീസാണ് ജോർജ് ഓഫ് ദ ജംഗിൾ. കാർട്ടൂൺ ആണെങ്കിൽ 2 സീസൺസും 52 എപ്പിസോഡ്സുമാണ് ഉള്ളത്. 2007 ഇത് റിലീസായത്. ഇതിൻ്റെ ഒരു മൂവിയും ലൈവ് ആക്ഷൻ മൂവിയും കൊച്ചു ടി വിയിൽ വന്നിട്ടുണ്ട്. അടുത്താണ് ഡ്രാഗൺ ബൂസ്റ്റർ. 2004 ഇത് റിലീസാവുന്നത്. ഇതിന് 3 സീസൺസ് ആണ് ഉള്ളത്. അതിൽ മൊത്തമായി 39 എപ്പിസോഡ്സും. കേരളത്തിലും ഇന്ത്യയിലുമാണ് ഇത് ഫേമസ് ആയത്. ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ 5 സീസൺ വരെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഇതിൻ്റെ വേറെയുള്ള രാജ്യങ്ങളിൽ ഇതത്ര ഫേമസ് ആയില്ല. അതുകൊണ്ട് തന്നെ അവർ സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ടോയ്സ് വിറ്റ് പോയില്ല. അതൊക്കെ കാരണത്താൽ ഇത് സ്റ്റോപ്പ് ചെയ്തു. കൊച്ചു ടി വിയിൽ ഇതിന് നല്ലൊരു ഫാൻ ബേസ് തന്നെയുണ്ട്. കൊച്ചു ടി വിയിൽ വന്ന എല്ലാ കാർട്ടൂൺസും മികച്ചത് തന്നെയാണ്. അതിൽ നിന്നൊരു 10 എടുത്തു പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇതിലൂടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലുള്ള വീഡിയോ